നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ വലിയ പ്രതീക്ഷയോടെയാണ് അവന്റെ മാതാപിതാക്കൾ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഉന്നത പഠനത്തിനായി ചേർത്തത്. പഠിക്കാൻ മിടുക്കൻ, മികച്ച ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായിരുന്നു രണ്ടാം വർഷ BVSc വിദ്യാർത്ഥി. മകൻ പഠിച്ചു വലിയ നിലയിലായി കാണണമെന്ന് ആഗ്രഹിച്ച അച്ഛനും അമ്മയ്ക്കും അവന്റെ മരണവാർത്തയാണ് കഴിഞ്ഞ ദിവസം കേൾക്കാൻ കഴിഞ്ഞത്. സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 18-നാണ്. മരണത്തിന് മുൻപ് SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മകന്റെ മരണം കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും വയനാട്ടിൽ നിന്ന് ജിൻസും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഇപ്പോൾ 9 ദിവസം പിന്നിടുകയാണ്. SFI പ്രവർത്തകരാണ് ഈ മരണത്തിന് പിന്നിൽ. ഈ വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം SFI പ്രവർത്തകരുടെ ക്രൂരമായ മർദ്ദനമാണ്. അതിൽ മനംനൊന്താണ് മരണമെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നത്. ഇപ്പോൾ കുടുംബം ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഈ മകനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ പറയുന്നത്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവും KPC അധ്യക്ഷനും അടക്കം സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചിരുന്നു. നിയമസഭ സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതിന്റെ വലിയ അമർഷം, പ്രതിഷേധമൊക്കെ ആ കുടുംബത്തിനുണ്ട്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? കാരണം ഈ മകൻ്റേത് ഒരു ദുരൂഹ മരണമാണ്, കൊലപാതകമാണെന്ന് അവർ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണ് ഡാൻ? ടോം, 18-ാം തീയതിയാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 18-ാം തീയതിയാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ BVSc വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ ആ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് ക്രൂരമായി സഹവിദ്യാർത്ഥികളിൽ നിന്ന് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതി. ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് SFI പ്രവർത്തകരാണ് എന്ന ആരോപണമാണ് സിദ്ധാർത്ഥിന്റെ പിതാവും മറ്റ് ബന്ധുമിത്രാദികളും ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത്. അതായത് 4ാം വർഷ വിദ്യാർത്ഥിയായ ഒരു സീനിയർ വിദ്യാർത്ഥി അടക്കം കുറച്ചു പേർ ചേർന്ന് സിദ്ധാർത്ഥിനെ കഴിഞ്ഞ 16-ാം തീയതി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ആ മർദ്ദനത്തെ തുടർന്ന് ശാരീരികമായി ഏറെ പ്രയാസങ്ങൾ നേരിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വരാൻ വാഹനത്തിൽ കയറിയതാണ്. അങ്ങനെ വാഹനത്തിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരാൻ തുടങ്ങുന്നതിനിടയിൽ ചില വിദ്യാർത്ഥികൾ ഈ സിദ്ധാർത്ഥിനെ തിരിച്ച് കോളേജിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഉപായത്തിൽ കോളേജിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം മർദ്ദിച്ച് കൊല്ലപ്പെടുത്തി കെട്ടിത്തൂക്കുകയായിരുന്നു തങ്ങളുടെ മകനെ എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വീട്ടിലെത്തി മുഴുവൻ നിയമസഹായവും ഉറപ്പാക്കാൻ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു സ്വാഭാവികമായ മരണമല്ല, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതല്ല, അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർന്ന് ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയ പാടുകൾ തന്നെയാണ് പ്രധാനമായി അവർ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം ഈ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതിന് സൂചനയായിട്ട്. അതിൽ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പുറത്തുവരാനുണ്ട്. ആ റിപ്പോർട്ടിൽ പുറത്തുവരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നിയമ നടപടികൾ എന്നാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ കുടുംബം ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്.
മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിക്കൊണ്ട് തങ്ങളുടെ മകന്റെ മരണത്തിൽ അതാണ് കാരണം ഈ മരിക്കുന്ന ആ ദിവസം 1 മണിക്കൂർ മുൻപ് 1.5 മണിക്കൂർ മുൻപ് സിദ്ധാർത്ഥ് അമ്മയുമായി ഫോണിൽ വിളിച്ചിരുന്നു. എറണാകുളം വരെയും യാത്ര ചെയ്തു. അതായത് തിരുവനന്തപുരത്തേക്ക് വീട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി എറണാകുളം വരെ എത്തിയതാണ്. പിന്നീട് തിരികെ വയനാട്ടിലേക്ക് പോകുന്നു. വയനാട്ടിൽ നിന്നും ഈ ആരോപണ വിധേയനായിട്ടുള്ള SFI പ്രവർത്തകർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തിരികെ പോയെന്നൊരു ആരോപണമുണ്ട്. മാത്രമല്ല ഈ കുടുംബം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ടല്ലോ. കാരണം അമ്മയെ വിളിച്ച് 1 മണിക്കൂർ മുൻപ്, ഈ മരിക്കുന്നതിന് 1.5 മണിക്കൂർ മുൻപ് അമ്മയെ ഫോണിൽ വിളിച്ച് പറയുന്നു, അമ്മേ ഞാൻ വീട്ടിലേക്ക് വരികയാണ്, അമ്മ ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ തന്നെ കൊണ്ടുപോകുമെന്ന് സിദ്ധാർത്ഥ് സ്വന്തം അമ്മയോട് പറയുന്നുണ്ട്. പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം അമ്മയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞത് മകന്റെ മരണവാർത്തയാണ്. ഈ 1.5 മണിക്കൂറിനിടെ എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? അതിന് ഉത്തരം തരേണ്ടത് പോലീസാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ദുരൂഹത നിലനിൽക്കുന്നത് ടോം. കാരണം അത്തരത്തിൽ വീട്ടിലേക്ക് വരാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് വാഹനത്തിൽ കയറാൻ തയ്യാറെടുത്ത സിദ്ധാർത്ഥ് പിന്നീട് അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം മരണപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ അത്രയ്ക്ക് ഗുരുതരമായി മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളൊന്നും ആ 1.5 മണിക്കൂറിന് മുമ്പ് ഉണ്ടായതായി സിദ്ധാർത്ഥ് മാതാപിതാക്കളോടോ അച്ഛനോടോ അമ്മയോടോ ബന്ധുക്കളോടോ ഒന്നും പറഞ്ഞിട്ടുമില്ല. അത് തന്നെയാണ് ഇവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു വിമർശനത്തിന്റെ, ഈ ആരോപണത്തിന്റെ ഒരു ആക്കം കൂട്ടുന്നതും. അതായത് ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മറ്റു ചില സഹവിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ബലം പകരുന്ന തരത്തിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം ഇത് തന്നെയാണ്. 1.5 മണിക്കൂർ മുമ്പ് ഫോണിൽ വിളിച്ച് തിരുവനന്തപുരത്തേക്ക് വരികയാണ്, അമ്മയെ ഈ പൊങ്കാലയിടാനൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 1.5 മണിക്കൂറിനിടയിൽ ദുരൂഹമായ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അത് ഭീഷണിപ്പെടുത്തി ഈ മകനെ തിരികെ കോളേജിലേക്ക് എത്തിച്ച് ഹോസ്റ്റലിൽ എത്തിച്ച് മർദ്ദിച്ച് കൊല്ലപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് കുടുംബം മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ, പരാതി അത് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് കൈമാറുമെന്നാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ടോം, ഡാൻ തുടരുക. ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് പോലെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. SFI പ്രവർത്തകരാണ്, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരാണ് ആരോപണ വിധേയരായിട്ടുള്ളത്. അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജിൻസ് കൂടി ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജിൻസ്, പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, SFI പ്രവർത്തകർക്ക് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ, 2ാം വർഷ വിദ്യാർത്ഥിയെ 100ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടടക്കം ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതെന്തായിരിക്കാം ഇങ്ങനെ ഒരു ക്രൂരമായ ആക്രമണം ഈ സിദ്ധാർത്ഥിന് മേൽ ഉണ്ടാകാനുള്ള കാരണം? അത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വാലന്റൈൻസ് ഡേയിൽ ഫെബ്രുവരി 14-ാം തീയതി ഉണ്ടായ ചില സംഭവവികാസങ്ങളുടെ തുടർച്ചയെന്നാണ്. ആ ദിവസങ്ങളിൽ, അതായത് 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിൽ മർദ്ദനമേൽക്കേണ്ടി വന്നു. ഈ ഒരു കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന ഒരു പുതിയൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് പോലീസ് ഈ കേസെടുത്തിരിക്കുന്നത്? മാത്രമല്ല, ഈ പ്രതികളായിരിക്കുന്ന SFI പ്രവർത്തകർ ഇപ്പോൾ എവിടെയാണ്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്? ജിൻസ, കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിലാണ് ഈ സിദ്ധാർത്ഥും കോളേജ് വിദ്യാർത്ഥികളും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നത്. ഈ മാസം 14 മുതൽ ഈ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും ചിലർ സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചിരുന്നു. അതിനുശേഷം 15-ാം തീയതിയും ഈ വീട്ടിലേക്ക് പുറപ്പെടുകയും പിന്നീട് വീണ്ടും ക്യാമ്പസിലെത്തുകയും ചെയ്ത സിദ്ധാർത്ഥിനെ ഒരുപറ്റം വിദ്യാർത്ഥികൾ വീണ്ടും ഈ ക്യാമ്പസിലെ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് മർദ്ദിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് ഈ ഹോസ്റ്റൽ മുറിയിലുള്ള മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഈ സിദ്ധാർത്ഥിനെ അധിക്ഷേപിക്കുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് 18-ന് രാവിലെയും ഈ പീഡനം ആവർത്തിച്ചതോടെയാണ് വീണ്ടും ഇതിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ വീട്ടുകാർ പറയുന്നത് ഈ സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കി മർദ്ദിച്ച ശേഷം കെട്ടിത്തൂക്കി എന്നുള്ള ആരോപണമാണ് നിലവിൽ ഈ കുടുംബം ആരോപിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുകയും പിന്നീട് കെട്ടിത്തൂക്കുകയുമാണ് ചെയ്തത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം പരാതി നൽകിയിരുന്നു. ആദ്യമേ തന്നെ ഈ സിദ്ധാർത്ഥിന്റെ
സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് സംശയിക്കുന്ന വിദ്യാർത്ഥികളുടെ പേര് സഹിതമായിരുന്നു ഈ സിദ്ധാർത്ഥിന്റെ പിതാവ് പരാതി നൽകിയത്. വൈത്തിരി പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത്. പക്ഷേ ഈ സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ച വിദ്യാർത്ഥികൾക്കെതിരെ അടിയന്തര നടപടി ഉണ്ടായിട്ടില്ല. കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത് എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു സ്കൂൾ അധികൃതർ പോലും ഇത്തരത്തിൽ ഈ ആരോപണ വിധേയരായിട്ടുള്ള 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായത്. അതിനുശേഷമാണ് ഈ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെയാണ് നിലവിൽ പോലീസ് പ്രതികളായി ചേർത്തിരിക്കുന്നത്. നിലവിൽ ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒളിവിലാണ്. അതേസമയം തന്നെ ഈ മരണത്തിൽ 10 ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതികളെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് നിലവിൽ വയനാട്ടിൽ ഉയരുന്നത്. ഈ SFI യൂണിറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ള പ്രതികളെ ഈ പോലീസും അതുപോലെ തന്നെ കോളേജ് അധികൃതരും സംരക്ഷിക്കുകയാണെന്നാണ് നിലവിലെ ആരോപണം. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ജിൻസ്, നമുക്കറിയാം ഈ സിദ്ധാർത്ഥിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിലെത്തിയ സഹപാഠികളോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പോലും കുടുംബത്തോട് പറയരുതെന്ന് അധ്യാപകർ വിലക്കിയെന്ന് സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ കൂടിയുണ്ട്. ഈ രീതിയിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിദ്യാർത്ഥികളെ, കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? മാത്രമല്ല പോലീസ് ഇതുവരെ ഈ സംഭവം നടന്ന് 9 ദിവസം പിന്നിടുകയാണ്. SFI പ്രവർത്തകർ ഒളിവിലെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണോ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്? എന്തായിരുന്നു ഈ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന ഈ മാർച്ചിൽ ഒരു സംഘർഷ അവസ്ഥയിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായല്ലോ? തീർച്ചയായും ടോം, ഈ പ്രതികളെ 10 ദിവസത്തിന് ശേഷവും കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യത്തിലാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മരിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയാകുന്നു എന്ന് വ്യക്തമാകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറുക്കുമുറുകിയ ഭാഗത്ത് അസാധാരണമായിട്ടുള്ള മുറിവുകളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും പ്രതികളെ പിടികൂടാത്ത സാഹചര്യത്തിലാണ് നിലവിൽ ഈ പ്രതിഷേധവുമായി രംഗത്ത് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവത്തിൽ 12 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. KSU യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അമൽസാൻ, അതുപോലെ തന്നെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ ഉൾപ്പെടെയുള്ള 12 പേരാണ് പ്രതികൾ. ഇവരെല്ലാം തന്നെ നിലവിൽ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ മാസം 24-ാം തീയതി വൈകിട്ട് വരെ ഈ പ്രതികൾ ഭൂരിഭാഗം പേരും ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ഒരുക്കിയതിനു ശേഷമാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് എന്നുള്ള ആരോപണങ്ങളും നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കാര്യക്ഷമമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. എന്തായാലും മകനെ കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ വയനാട്ടിൽ ഉയരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി എന്ന് ബന്ധുക്കളുടെ ആരോപണം ആക്കം കൂട്ടുന്നത് തന്നെയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ നിരവധി ബന്ധുക്കളുടെ ആരോപണം ശരിവെക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥിന് ഏൽക്കേണ്ടി വന്നു, മരണത്തിന് മുൻപ് ഏൽക്കേണ്ടി വന്നു എന്നതിൻ്റെ തെളിവുകളടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. ഈ റാഗിങ്ങിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ നെടുമങ്ങാട് ഉള്ള വീട് KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്ന് രാവിലെ സന്ദർശിച്ചിരുന്നു. ഈ കുടുംബത്തിന് വേണ്ട എല്ലാ നിയമസഹായവും നൽകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സീനിയർ വിദ്യാർത്ഥിനികളുടെ കൂടെ കോളേജിലെ ഒരു പരിപാടിയിൽ നൃത്തം ചെയ്തു എന്നതിന്റെ പേരിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വെച്ച് ഈ കുട്ടിയെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച്, ഇരുമ്പ് ദണ്ട് കൊണ്ടും ബെൽറ്റ് കൊണ്ടുമെല്ലാം ക്രൂരമായി മർദ്ദിച്ച് നിരവധി ശാരീരിക ക്ഷതമാണ് ഏൽപ്പിച്ചത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തല്ലിക്കൊന്നത്. എന്തൊരു ക്രൂരതയാണ്! പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡീൻ അടക്കമുള്ള അധ്യാപകർ പലരും ഇത് മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ബന്ധുക്കൾ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിവരങ്ങൾ, അക്രമം നടന്ന വിവരം
പുറത്തു പറയരുത് എന്ന് നിർബന്ധിക്കുകയുമാണ് ചെയ്തത്. ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് അടിയന്തരമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ യഥാർത്ഥ പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങും എന്ന് ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് തരികയാണ്. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഈ കുടുംബത്തിന് വേണ്ട എല്ലാ നിയമസഹായവും നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചത്. നമുക്കറിയാം, ഈ സംഭവത്തിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ ഈ കോളേജ് അധികൃതർ ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തിയെന്നതാണ് കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഒരുപക്ഷെ ഇവർ തനിച്ചൊരു പോരാട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നത് പോലും സംശയമാണ്. കാരണം ഇത്തരം നിരവധി സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഈ ഒരു സമരം ഏറ്റെടുക്കുന്ന എന്നതാണോ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്? അതായത് നിയമസഹായത്തിനപ്പുറം ഒരു സമര രംഗത്തേക്ക് കൂടി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇറങ്ങുമോ വരും ദിവസങ്ങളിൽ? സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ മുനയിൽ നിൽക്കുന്നത് SFI യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിഷയത്തെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഈ വീട് സന്ദർശിച്ച കുടുംബത്തിന് എല്ലാ നിയമസഹായവും ഉറപ്പു നൽകിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നിയമസഹായം ആവശ്യമാണെങ്കിൽ അത് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നേതാക്കൾ ഈ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുന്ന തരത്തിലേക്ക് ഈ പ്രതിപക്ഷ കക്ഷികൾ കൂടി എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി അതിന്മേൽ നടപടിയെടുക്കുക എന്നൊരു സാഹചര്യം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട അനിവാര്യത കൂടിയുണ്ട്. ജിൻസ് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതികളെല്ലാം ഒളിവിലാണ് എന്ന വിവരമാണ് വരുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഈ കുടുംബം ഉന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കൃത്യമായ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാത്ത തരത്തിലുള്ള ചില ഇടപെടലുകൾ കോളേജിന്റെ ഡീൻ അടക്കമുള്ള കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവർ ആരെയോ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത്. അത് ആരൊക്കെയാണെന്ന് പുറത്തു കൊണ്ടുവരണം. അതിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ കോളേജ് അധികാരികൾക്കെതിരെ കൂടി നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഈ കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള കൊലപാതകമോ ഇതിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് വിശദമായ അന്വേഷണത്തിന് ശേഷമാണ്. ആ അന്വേഷണം കാര്യക്ഷമമായി നടക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് നിയമസഹായം ഉറപ്പുവരുത്തുന്ന തരത്തിൽ കുടുംബത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഡാൻ കുര്യനും ജിൻസുമാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന് എന്താണ് സംഭവിച്ചത്? മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇപ്പോഴും കേസിലെ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ള SFI പ്രവർത്തകർ ഒളിവിലാണ്. അവരെ പിടികൂടാൻ വേണ്ടിയുള്ള ഈ കുടുംബത്തിന് നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. കൊച്ചി പള്ളുരുത്തിയിലെ ഗുണ്ടാ നേതാവ് ലാൽജുവിനെ കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ലാൽജു കുത്തേറ്റ് മരിച്ചത്. കേസിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. പള്ളുരുത്തി സ്വദേശി ഫാസിജ്, ചോറച്ചു എന്നിവരാണ് അറസ്റ്റിലായത്. ലാൽജുവിനോടുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് FIRൽ പറയുന്നു. കേസിൽ 5 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, മുൻപ് അതായത് 2011 ലാസർ എന്ന ക്രിമിനൽ കേസിലെ പ്രതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട ലാൽജു. ഈ ലാസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കുടിപ്പകയാണോ ഈ കൊലപാതകം? അങ്ങനെ എന്തുകൊണ്ടാണ് ഈ അക്രമികൾ ലാൽജുവിനെ കുത്തി കൊലപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പരസ്പരം ഈ കുടിപ്പകകളും അതോടൊപ്പം തന്നെ പോരുവിളികളും അതെല്ലാം തന്നെ ഇവർക്കിടയിൽ പതിവ് കാഴ്ചകളാണ്. ഇതിപ്പോൾ
ഒരു കൊലപാതകത്തിലേക്കടക്കം നീങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകം, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഇന്നലത്തെ സംഭവം ഉണ്ടായിരുന്നത്. ഇതിൽ ആന്റണി ലാസർ അയാളുടെ ഒരു മരണം ഉണ്ടായിരുന്നതിൻ്റെ അതിൻ്റെ ഒരു പകരം ചോദിക്കുക എന്ന രീതിയിലേക്കാണ് ഇവരെ വിളിച്ചു വരുത്തുകയും ഈ ഫാസിജും അതോടൊപ്പം തന്നെ ചോർ അച്ചു എന്ന് പറയുന്ന ഈ രണ്ട് ഗുണ്ടകളും ചേർന്ന് ഇവരെ ഈ ലാൽജുവിനെയും അതോടൊപ്പം തന്നെ അയാളുടെ സുഹൃത്തിനെയും ജോജുവിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നതും ഇത് തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്ന രീതിയിലാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ഇതിന് ശേഷമുണ്ടായ ഇത് വന്ന വഴി തന്നെ പിന്നീട് വാക്കുതർക്കമായി പിന്നീട് കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആക്രമിക്കുകയായിരുന്നു. ഇതിലാണ് ഈ ലാൽജു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ രീതിയിൽ പരിക്കേറ്റ ജോജു ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് തന്നെ പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസ് കടക്കാൻ കഴിഞ്ഞു. കാരണം പ്രത്യേകിച്ച് ഇവരുടെ ഒരു കുടിപ്പക കഴിഞ്ഞ കുറേ കാലങ്ങളായി പോലീസുകാർക്കിടയിലും മറ്റു നാട്ടുകാർക്കിടയിലും എല്ലാം തന്നെ വളരെ കൃത്യമായ അറിവുള്ളൊരു കാര്യമായതുകൊണ്ട് പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ടും പോലീസിന് കഴിഞ്ഞിരുന്നു. ഇതിലിപ്പോൾ ചോർ അച്ചുവിനെയും അതോടൊപ്പം തന്നെ മറ്റ് ഒപ്പമുണ്ടായിരുന്നയാളെയും തന്നെ ഫാസിജിനെയും തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊലപാതകം, ഈ ആന്റണി ലാസർ കൊല ചെയ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യവും അതും ഇതിനോട് സമാനമായ രീതിയിൽ തന്നെ ഒരു കുടിപ്പകയാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് ആന്റണി ലാസറിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ഇതുപോലെ തന്നെ ക്രിമിനൽ സ്വഭാവത്തിൽ കൂടി തന്നെ നിരവധിയായ കേസുകളൊക്കെ അയാൾക്കെതിരെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളുമെല്ലാം തന്നെയാണ്. അതിനുശേഷം ഇയാൾ സമീപവാസിയായ ബിജു എന്നൊരാളുമായിട്ട് വലിയ രീതിയിലുള്ള വഴക്കുണ്ടാകുകയും അതിൻ്റെ ഒരു തർക്കങ്ങളിലേക്ക് നീങ്ങുകയും വലിയ അടിപിടിയിലേക്കെല്ലാം തന്നെ മാറുകയും ചെയ്തിരുന്നു. അന്ന് ഈ ബിജുവിന് വലിയ കാര്യമായ രീതിയിൽ തന്നെ ഈ അയൽവാസിക്ക് കാര്യമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിരുന്നു. അയാളുടെ കയ്യിൽ സ്റ്റീൽ റോഡ് അടക്കം ഇടേണ്ട ഒരു സാഹചര്യങ്ങളെല്ലാം വന്നു. ഇതിന് ശേഷം ഇയാളിൽ ഈ പ്രതികാരം ഉണ്ടായിരുന്നു. അത് ഈ ആന്റണി ലാസറിൻ്റെ സഹോദരനെ തന്നെ അയാളോട് തന്നെ തീർക്കണമെന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഇതിനുശേഷം ഈ ആന്റണി ലാസറിൻ്റെ സഹോദരൻ മരണപ്പെടുകയാണുണ്ട്. അത് തൂങ്ങി മരണമാണെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിലുള്ളത്. പക്ഷേ ഇയാളുടെ പ്രതികാരം അവസാനിക്കാത്തതുകൊണ്ട് തന്നെ അനുജനെ തന്നെ തേടി ചെല്ലുകയായിരുന്നു. അന്ന് മദ്യം കൊടുത്ത പോലീസിൻ്റെ ആ സമയത്ത് ഈ ആന്റണി ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കാരണങ്ങൾ പറയുന്നത് ബിജുവും അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട ലാൽജുവും മറ്റൊരു സെൽവൻ എന്ന് പറയുന്ന ഒരാളും ഒപ്പം തന്നെ ബിജുവിൻ്റെ ഭാര്യ രാഖിയും ഇവരെല്ലാവരും ചേർന്നാണ് ഈ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അന്ന് ആന്റണി ലാസറിനെ മദ്യപിച്ച് ലക്ക് കഴിപ്പിച്ചതിന് ശേഷം ഇവർ ആക്രമിക്കുകയായിരുന്നു. പലതും പറഞ്ഞ് അതിനു മുൻപ് തന്നെ പലതും പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നു, പഴയ വഴക്കുകളുടെ കാര്യം പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം തല ഭിത്തിയിലിടിച്ച് അതിമാരകമായി മുറിവ് ഏൽപ്പിക്കുകയും പിന്നീട് മരിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മൃതദേഹം മറവ് ചെയ്ത രീതിയും അന്ന് പോലീസ് പിന്നീട് വിവരിച്ചിരുന്നു. അതിൽ വയറ് കീറി ആന്തരികാവയവങ്ങൾ പലതും എടുത്തു കളഞ്ഞ ശേഷം കല്ല് വെച്ചതിന് ശേഷമാണ് സമീപത്തുണ്ടായ ഒരു ചതുപ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം രീതിയിലുള്ളൊരു കൊലപാതക കേസ് ഇതിനു മുൻപായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു പ്രതികാരമാണ് ഇപ്പോൾ ഈ ലാൽജുവിലേക്കും ഫാസിജിലേക്കും എത്തിയത്. അപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലത്തെ സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായും ആന്റണി ലാസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുടിപ്പകയാണോ ഇത് ഈ ലാൽജുവിനെ കൊലപ്പെടുത്തിയ സംഭവം എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രി, അതായത് ഇന്നലെ രാത്രി ലാൽജുവിനെ പള്ളുരുത്തി കച്ചേരിപ്പടിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ പ്രതികൾ ഫാസിജും 7 അംഗ സംഘവും ചേർന്ന് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. പക്ഷെ അവിടെ ഈ ജോജിയെ, അതായത് ഈ ലാൽജുവിൻ്റെ സുഹൃത്ത് ജോജിയെ എന്തിനാണ് ഇവർ വകവരുത്താൻ ശ്രമിച്ചത് ഡാനി? കാരണം ഈ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ലാൽജുവിനൊപ്പം പോയി ഈ ചർച്ചയ്ക്ക് പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ, അതോ ഈ ജോജിയോടും ഇവർക്ക് പകയുണ്ടായിരുന്നോ? ടോം, ഇത് സംബന്ധിച്ച പോലീസ് പറയുന്നത് ലാൽജുവിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, അയാൾക്ക് സ്വാഭാവികമായും ആക്രമിക്കപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത് ഒപ്പം നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഈ ലാൽജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോജുവിനടക്കം പരിക്കേറ്റത്. അത് മാത്രവുമല്ല, ഇയാൾ ഇവരുമായെല്ലാം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ലാൽജുവിൻ്റെ
ഈ പ്രവൃത്തികളോട് എല്ലാം അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യത്തിനെ വിളിക്കുമ്പോൾ കോംപ്രമൈസ് ടോക്ക് എന്നൊക്കെ വിളിക്കുമ്പോൾ രാത്രിയിലേക്ക് കൂടെ ചെല്ലാൻ അങ്ങനെ ആരും പെട്ടെന്ന് തയ്യാറാവില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്ന ഒരാൾ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്, ജോജു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ആക്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും എല്ലാം തന്നെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ശ്രമങ്ങളുണ്ടാകും. അതിൽ ലാൽജുവിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. ലാൽജു സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. കാരണം ലാൽജുവിന് വലിയ രീതിയിൽ തന്നെ കുത്തേറ്റിരുന്നു, പരിക്കേറ്റിരുന്നു എല്ലാം തന്നെ. ജോജുവിൻ്റെ നിലയും ആ സമയത്ത് മോശമായിരുന്നു. പക്ഷേ അയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റി. ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും അതോടൊപ്പം തന്നെ ഈ പോരുവിളികളും ഒന്നും ഈ അവസാനിക്കുന്നില്ല എന്നതാണ്. കാരണം ആന്റണി ലാസറിൻ്റെ മരണത്തിന് കാരണമുണ്ട്. അതിനേക്കാളും മുൻപ് നടന്നൊരു സംഭവത്തിൻ്റെ തുടർച്ചയായിരുന്നു ആന്റണി ലാസറിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പുറത്തേക്ക് വരുമ്പോൾ 3 വർഷത്തിനിപ്പുറം മറ്റൊരു കൊലപാതകം ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ ക്രിമിനൽ സംഘങ്ങളുടെ പോരുവിളികൾ അതിൻ്റെ ഒരു തീവ്രത അവസാനിക്കുന്നില്ല, അതിൻ്റെ വാശിയും വൈരാഗ്യമൊന്നും അവസാനിക്കുന്നില്ല എന്നതാണ്. അത് മറക്കുന്നില്ല. അത് കുറച്ച് നാൾക്ക് ശേഷം അടുത്ത ആളിലേക്ക് തന്നെ മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പോലീസിന് വലിയ രീതിയിൽ കണ്ട ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നത് സത്യം തന്നെയാണ്. കാരണം ഈ രീതിയിൽ പോര് വിളിച്ച് എവിടെയെങ്കിലും വിളിച്ചു വരുത്തി കാരണം കൊച്ചിയിൽ ഡാനി സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ ഇത്തരം ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകൾ പതിവ് കാഴ്ചയാണ്. പിന്നീട് അത് കൊലപാതകത്തിലും അക്രമത്തിലും ഒക്കെ കലാശിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു കേസിൽ ഇപ്പോൾ 2 പേർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. 5 പേർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ ഒളിവിൽ പോയിരിക്കുന്ന പ്രതികളും ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണോ, അതായത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? ഇവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്? ടോം, ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഇവരിലേക്ക് തന്നെ വളരെ വൈകാതെ പോലീസിനെ എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഈ പിടികിട്ടാനുള്ള ഈ 5 പേരും തന്നെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇവരുമായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഈ കൊട്ടേഷൻ പണികളും കാര്യങ്ങളും എല്ലാമായിട്ട് തന്നെ പോകുന്നവർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇവരിലേക്ക് കൂടുതൽ ഇപ്പോൾ ഫോൺ കോളുകളുടെ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വീട്ടിലടക്കം തെരച്ചിൽ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും വളരെ വൈകാതെ തന്നെ ഇവർ കസ്റ്റഡിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം പോലീസിനെ കണ്ടുപിടിച്ച വലിയ ദൂരത്തേക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ കാണുന്നത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ കുടിപ്പകളുടെ ഈ സീരീസാണ്. കുറേ നാളുകളായി തുടരുന്ന ഈ കുടിപ്പകൾ, ഇത് ആരെല്ലാമാണ്, ഏതെല്ലാം സംഘത്തിൽപ്പെട്ടവരാണെന്നെല്ലാം പോലീസിന് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഇവർക്കെതിരെ എല്ലാം തന്നെ പല കേസുകളും നിലവിലുണ്ട്. ഈ ആന്റണി ലാസറായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാൽജുവും മറ്റേ ചോറച്ചുവും ഇവർക്കെല്ലാം തന്നെയും ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലവും നിരവധിയായ കാര്യങ്ങളും തന്നെ ഇവർക്ക് കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പശ്ചിമ കൊച്ചിയിൽ പോലീസിന് ഇത്തരം ലിസ്റ്റുകളിൽ പെട്ടവരെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവരിലേക്ക് അന്വേഷണം വളരെ പെട്ടെന്നെത്തി അവരെ ട്രേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അച്ചുവും അതോടൊപ്പം തന്നെ ഫാസിജും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്യുന്നത്. വൈകാതെ മറ്റുള്ളവരിലേക്കും അന്വേഷണം എത്തും. ഉടൻ അവരും പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് അധികാരികൾ നൽകുന്ന സൂചന. ടോം, കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പള്ളുരുത്തിലെ ഗുണ്ടാ നേതാവ് ലാൽജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. 5 പേർ ഒളിവിലാണ്. ഈ ഒളിവിൽ പോയ പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊച്ചി മട്ടാഞ്ചേരിയിൽ കുട്ടികളോട് ലൈംഗിക അതിക്രമം കാട്ടിയ കേസിൽ പ്രതി പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി അജീബ് സെയ്നിയാണ് പോക്സോ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത 7 കുട്ടികളെയാണ് ഇയാൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാക്കിയത്. കുട്ടികൾ വിവരം പുറത്തു പറഞ്ഞതോടെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മട്ടാഞ്ചേരിയിൽ പലചരക്ക് കട നടത്തുന്നയാളാണ് പിടിയിലായ അജീബ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവി ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ഒരു സംഭവം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. സംഭവം എങ്ങനെയാണ് പുറത്തു വരുന്നത്? പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ് ആജ്ഞ? മട്ടാഞ്ചേരിയിൽ ഒരു പലചരക്ക് കട നടത്തിയാണ് ഇവിടെ ഇയാള്. ഈ അജീബ് സെയ്ദ് എന്നാണ് ഇയാളുടെ പേര്. അജീബ് സെയ്ദ് നടത്തിയ പലചരക്ക് കടയിൽ സാധനം വാങ്ങാൻ വന്ന കുട്ടികളെയാണ് ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കിയത്. ആദ്യമൊക്കെ കുട്ടികൾ ഇങ്ങനെ പുറത്ത് പറയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യം പിന്നെ കുട്ടികൾ തന്നെ സംസാരിക്കുന്നത്
ചുറ്റുവട്ടത്തുള്ള കടകളിലെ ആളുകൾ ശ്രദ്ധിക്കുകയും ഇവർ അവരുടെ പാരന്റ്സിനെ രക്ഷകർത്താക്കളെ അറിയിക്കുകയും തുടർന്ന് അവർ പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു. അത് ആദ്യം 2 കുട്ടികളുടെ വിവരമാണ് പുറത്തു വന്നത്. തുടർന്നാണ് 7 കുട്ടികൾ, അതായത് 5 കുട്ടികൾ കൂടി തങ്ങളെ ഇത്തരത്തിൽ ഇയാള് അജീബ് സയ്യിദ് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം കാട്ടുകയും അവർ തുറന്നു പറയുകയും ചെയ്തതിനെ തുടർന്നാണ് അയാൾക്കെതിരെ ലൈംഗിക അതിക്രമത്തിനുള്ള നടപടി എടുത്തിട്ടുള്ളത്. കൂടുതൽ കുട്ടികൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള വിവരം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോക്സോ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ നിയമപ്രകാരം അജീബ് സയ്യിദിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ആജ്ഞ, ഈ കൂടുതൽ കുട്ടികൾ പരാതിയുമായി രംഗത്തെത്തുന്നത് പിന്നീടാണ്. കാരണം ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ആദ്യം 2 കുട്ടികളാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇയാൾ കൂടുതൽ കുട്ടികൾ, അതായത് ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുള്ള പരാതികൾ ലഭിക്കുന്നത്. അങ്ങനെ നിലവിലെ 7 കേസുകളിലാണ് അജീബിനെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ കുട്ടികൾ പരാതിയുമായി രംഗത്തെത്താനുള്ള ഒരു സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ടോ? കാരണം ഈ പലചരക്ക് കട നടത്തുന്ന സ്ഥലത്ത് വെച്ച് അവിടെ എത്തുന്ന കുട്ടികൾക്ക് നേരെയാണ് ഇയാൾ അതിക്രമം നടത്തിയത് തുടങ്ങിയ പരാതിയാണല്ലോ ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം 2 കുട്ടികളായിരുന്നു ഈ വിവരം പുറത്തു പറഞ്ഞത്. അത് പുറത്തു പറയുകയായിരുന്നില്ല. ചുറ്റുവട്ടത്തുള്ള കടയിലുള്ള ആളുകൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് സംശയം തോന്നിയ ശേഷം ഇവരുടെ പാരന്റ്സിനെയും പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ബാക്കിയുള്ള കുട്ടികൾ കൂടി തങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ തങ്ങളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ള തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതേ തുടർന്ന് പോലീസ് ഇവരുടെ മാതാപിതാക്കൾ പരാതിപ്പെടുകയും പോലീസ് അതേ തുടർന്ന് കേസെടുക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ, ഇദ്ദേഹം ഇങ്ങനെ പലചരക്ക് കട നടത്തുന്ന ആളാണ്, അതുകൊണ്ട് അവിടെ കൂടുതൽ കുട്ടികൾ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ കുട്ടികൾ ഇതിന് പീഡനത്തിന് ഇരയായിട്ടുണ്ടോ, ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. അതായത് ഈ 7 കുട്ടികളുടെ കേസ് മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മട്ടാഞ്ചേരിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലാണ് പലചരക്ക് കട നടത്തുന്ന അജീബിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് മറ്റൊരു വാർത്തയാണ് പരിശോധിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ആശ്വാസം. ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിൽ കേസ് നടപടികൾ അന്തിമഘട്ടത്തിനായതിനാൽ ആകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും, കൂടുതൽ സങ്കീർണതകളിലേക്ക് ഇത് കാരണമാകും. അതിനാലാണ് ജാമ്യം റദ്ദാക്കാത്തതെന്നും കോടതി വിശദീകരിച്ചു. വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീണ്ടും ഡാനി പോളിലേക്ക്, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചതെന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോം, നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. ഈ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഒരാവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നിലവിലുള്ളതാണ്. നേരത്തെ തന്നെയും അവർ വിചാരണ കോടതിയെ സമീപിക്കുകയും ചില വാദങ്ങൾ അവിടെ ഉന്നയിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്നതാണ്. ഏതാണ്ട് 10ഓളം പേരെ സാക്ഷികളുടെ പേരുവിവരങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സാക്ഷികളെല്ലാം തന്നെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഈ തുടരന്വേഷണത്തിന്, അതായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തിയ ആ ഘട്ടത്തിലായിരുന്നു ഇത്തരമൊരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. വിചാരണ കോടതിയിൽ അത് അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട സാക്ഷികളിൽ പലരെയും തന്നെയും ഡോക്ടർ ഹൈദരലി പോലുള്ള ആളുകളുടെ പേരടക്കം നൽകിക്കൊണ്ട് ഇവരെല്ലാം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. ഡോക്ടർ ഹൈദരലി, ഒപ്പം തന്നെ ജീൻസൺ തുടങ്ങിയ ആളുകൾ തന്നെ, ശരത് ബാബു തുടങ്ങിയ 10ഓളം പേരുടെ പേരുകളാണ് പ്രധാനമായും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇവരെ സ്വാധീനിക്കാനായിട്ട് ദിലീപ് ശ്രമങ്ങൾ നടത്തുന്നതിന് തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ടായെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് ആനുപാതികമായി ചില ശബ്ദരേഖകൾ, ശബ്ദ ശകലങ്ങൾ ഇതെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വിചാരണ കോടതി ഇത് തള്ളുകയായിരുന്നു.
തള്ളുകയായിരുന്നു. വിചാരണ കോടതി ഇത് പരിഗണിക്കാൻ കഴിയില്ല, അതിന് അത്രമാത്രം തെളിവുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല തുടങ്ങിയ കാരണങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ വിചാരണ കോടതി ഇത് തള്ളുകയായിരുന്നു. അതിനുശേഷമാണ് അപ്പോൾ ഹൈക്കോടതിയിലേക്ക് വരികയും ചെയ്തത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചത് ഇപ്പോൾ ഇതിൻ്റെ വിചാരണ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുവെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ അത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം അതിൽ സുപ്രീം കോടതി ഇടപെടലുകളടക്കം 2 തവണ ഇടപെടലുകളുണ്ടായി. ഇപ്പോൾ അത് കൃത്യമായൊരു സമയം നിശ്ചയിച്ചുകൊണ്ട് ആ ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ കോടതിയെ ക്രൈംബ്രാഞ്ച് അറിയിച്ചത് IOയുടെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വിചാരണ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ നടക്കുകയാണ്. ഇതൊരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വിചാരണ സ്വാഭാവികമായും നമുക്കറിയാം ഇതൊരു അവസാന ഘട്ടത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ മറ്റു സാക്ഷികളുടെ എല്ലാം തന്നെ വിസ്താരം കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇന്ന് ആ കാര്യങ്ങളെല്ലാം തീർച്ചയായും ഡാനി, ഇന്ന് ഹൈക്കോടതിയും അക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. ഈ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിലീപിന്റെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തന്നെ ഹൈക്കോടതി അംഗീകരിക്കാതിരുന്നതും. ഹൈക്കോടതി തന്നെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും. സ്വാഭാവികമായും അത് വിചാരണ നടപടികളൊക്കെ വൈകാനുള്ള ഒരു കാരണം ഒരു സാധ്യതയും ഉണ്ടെന്ന്. എന്തായാലും ഈ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്താണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? ഇതിന്റെ നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ ഇനി ഉണ്ടാവാൻ പോകുക കോടതിയിലെ? ടോം, ഇതിൽ ഈ ഘട്ടത്തിൽ ദിലീപിന് ജാമ്യം നൽകുന്നത് അത് ഒരു സങ്കീർണതയ്ക്കിടയാക്കുമെന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെയും അതിൽ അത്തരമൊരു ജാമ്യം നൽകുന്നത് അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുന്നത് തെറ്റായ സന്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു വിലയിരുത്തലുകൾക്കെല്ലാം തന്നെ കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെയാണ് ഈ നടപടികളിലേക്ക് കടക്കാതെ തന്നെ കോടതി അത് ഒഴിവാക്കുകയും സർക്കാരിൻ്റെ അപ്പീൽ ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് ഇപ്പോൾ വിചാരണ കോടതിയിൽ നടക്കുന്നത് കൃത്യമായിട്ട് തന്നെയും കോടതിയിൽ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അടക്കമുള്ള വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്, അതൊരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ തന്നെയാണ് കോടതി പറഞ്ഞത് വിചാരണ കോടതിയുടെ ചില പരാമർശങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും തന്നെയും വിചാരണ നടപടികളെ ഒന്നും തന്നെയും അതിൽ ബാധിക്കരുത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങളടക്കം ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വശത്തേക്ക് കടക്കാതെ തന്നെയാണ് വിചാരണ നടപടികൾ വിചാരണ കോടതികളുടെയും തന്നെയും ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ തന്നെയാണ് കോടതി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ ഇപ്പം നിലവിലുള്ള ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യത്തിൽ ഹൈക്കോടതി ഇടപെടാതെ നിന്നതും അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന നടപടികൾ അത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കാരണം ഇത് വളരെ പ്രമാദമായ കേസാണ്. നിരവധി തവണയായിട്ട് പല രീതിയിലുള്ള കേസുകൾ ഇതിനോട് അനുബന്ധിയായിട്ട് തന്നെ വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം ഇതിൻ്റെ ഈ ഹാഷ് വാല്യൂ മാറിയതടക്കമുള്ള കാര്യങ്ങളുടെ അതിൻ്റെ ഒരു പരിശോധന റിപ്പോർട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത കോടതിയെ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് നൽകാൻ ഈ കോടതിയിൽ തന്നെ ഉത്തരവാകുകയും എല്ലാം ചെയ്ത സാഹചര്യങ്ങൾ. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ തന്നെ ഈ കേസ് കടന്ന് മുന്നോട്ട് പോകുന്ന വേളയിലാണ് വളരെ നിർണായകമായിട്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഈ ഒരു ആവശ്യവുമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ ഹൈക്കോടതി അതിൽ ഇടപെട്ടില്ല എന്നത് തന്നെയാണ് ഈ എടുത്ത് പറയേണ്ടത്. ടോം, തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വിധിയുണ്ടായത്. ഈ മെമ്മറി കാർഡ് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കാൻ അവർ കൈമാറാനുള്ള ഉത്തരവുണ്ടായി. പക്ഷേ ദിലീപിന് അത് കൈമാറാനുള്ള ദിലീപിൻ്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചുമില്ല. ആ ഒരു നടപടിയിൽ ഹൈക്കോടതി നടപടിക്കെതിരെ വിധിക്കെതിരെ ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കം ഉണ്ടാകുമോ ഡാനി? കാരണം അങ്ങനെ ഒരുപക്ഷെ ദിലീപ് മേൽക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിനെയോ മറ്റോ സമീപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും അത് ഈ വിചാരണ നടപടികളെയൊക്കെ ബാധിക്കില്ലേ? നിലവിൽ ആ ഹൈക്കോടതിയുടെ ആ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ നീങ്ങുന്ന അത്തരം സൂചനകളൊന്നും തന്നെ ദിലീപിൻ്റെയോ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയില്ല. കാരണം
വിചാരണ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ തന്നെയും ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വ്യവഹാരങ്ങളിലേക്ക് വലിയ ദൂരം പോകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് നേരത്തെയും ഉണ്ടായിരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിലീപിന് പ്രതികൂലമായിരുന്നു ഹൈക്കോടതി നിലപാടെടുത്തിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളും ആ കേസിന്റെ മെറിറ്റും എല്ലാം തന്നെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി നിലപാടെടുത്തത്. പ്രത്യേകിച്ച് അതിജീവിതയ്ക്ക് അത് നൽകുകയും പ്രതിയായ ഒരാൾക്ക് അത് വേണ്ട എന്ന് തന്നെ ഹൈക്കോടതി അത് പറയുകയും ചെയ്തിരുന്നു. ഇന്നത്തേക്ക് വരുമ്പോൾ തീർത്തും ദിലീപിന് ജാമ്യം റദ്ദ് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിലപാടെടുക്കുകയും ചെയ്തത്. 2 കേസുകളും ഹൈക്കോടതിയിലേക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ കേസിനെതിരെ കഴിഞ്ഞ ദിവസത്തെ കോടതി നടപടിക്കെതിരെ ഇതുവരെയും മറ്റ് മേൽക്കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും ദിലീപിന്റെ ഭാഗത്തുനിന്നോ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കോടതി മുന്നോട്ടുള്ള വിചാരണയ്ക്ക് അത് ആവശ്യം വേണ്ട ഘടകങ്ങളാണെങ്കിൽ ഒരുപക്ഷെ അത്തരം ചില നീക്കങ്ങളും ദിലീപിന്റെ ഭാഗത്തുനിന്ന് അഭിഭാഷകരുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉണ്ടായേക്കാം. ടോം, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിൽ കേസ് നടപടികൾ അന്തിമഘട്ടത്തിലായതിനാൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയത്. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വർക്കല ഇടവയിൽ തെരുവ് നായ്ക്കളോട് ക്രൂരത. നായ്ക്കളുടെ കൈകാലുകൾ കിട്ടിയ ശേഷം ടാറിൽ മുക്കി. കഴിഞ്ഞ ദിവസമാണ് അവശനിലയിൽ നായ്ക്കളെ കണ്ടെത്തിയത്. മൃഗസ്നേഹിയായ റഷ്യൻ വനിത പോളിനെയും സഹായിയും എത്തിയാണ് നായയെ മൃഗഡോക്ടറുടെ അടുത്തെത്തിച്ചത്. ഈ നായയെ കണ്ടതിന് 200 മീറ്റർ അകലെയായി കൈകാലുകൾ കെട്ടി ടാറിൽ മുക്കിയ ശേഷം മരത്തിൽ കെട്ടിയിട്ട നിലയിൽ മറ്റൊരു നായയെയും നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. ഇതിനെയും പോളിയുടെ നേതൃത്വത്തിൽ ചികിത്സിച്ചു വരികയാണ്. Zakúšaj. Иди, сейчас я возьму. Закушечка, сейчас. Every year many parties. Because door open. So we go in bed and I come back. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, നമുക്കറിയാം ഈ തിരുവനന്തപുരം വർക്കല ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ ശല്യം, തെരുവുനായ ആക്രമണമൊക്കെ രൂക്ഷമാണ്. പക്ഷേ ഈ രീതിയിൽ ഈ മിണ്ടാപ്രാണികളോട്, തെരുവുനായ്ക്കളോട് ക്രൂരത കാട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടുകേൾവില്ലാത്തതാണ്. ഏതെങ്കിലും ഈ തെരുവുനായ ശല്യം മൂലം അവിടുത്തെ നാട്ടുകാർ തന്നെയാണോ ഇങ്ങനെ ഈ നായ്ക്കളെ കൈകാലുകൾ കെട്ടിയ ശേഷം ടാറിൽ മുക്കി ക്രൂരമായി അവരെ ഉപദ്രവിച്ചത്? ഇത്തരത്തിൽ തന്നെയാണ് ഈ പരാതി ഇപ്പോൾ ഈ വനിത നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായി പറയുന്നത് ഈ പ്രദേശത്തുള്ളവർ ആരെങ്കിലും തന്നെ ആകാം ഈ ഇത്തരത്തിൽ ഒരു ക്രൂരത ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വളരെ ക്രൂരവും വളരെ ദയനീയവുമായൊരു സംഭവമാണ് വർക്കലയിൽ ഉണ്ടായത്. ഈ മിസ്കിൻ തെരുവ് എന്ന ഭാഗത്താണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ശരീരമാസകലം നായയെ ടാറിൽ മുങ്ങിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഈ സ്ഥലത്തെത്തിയ വിദേശ വനിത, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെയുള്ള ഈ വിദേശ വനിത, റഷ്യൻ സ്വദേശിനി, അവൾ പോളിന എന്ന ഈ വിദേശ വനിതയാണ് ഈ നായയെ ഏറ്റെടുത്തത്. നായയെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ച ശേഷം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അടുത്ത വളരെ ദയനീയമായ ഒരു കാഴ്ച. ഈ നായയുടെ 2 കാലുകളും ബന്ധിച്ച്, കൂടാതെ ഈ ടാറിൽ മുക്കിയ ശേഷം സമീപത്തുള്ള മരത്തിലും ബന്ധിച്ച നിലയിലാണ് അടുത്ത നായയെ കണ്ടെത്തിയത്. ഈ നായയെയും പോളിനെയാണ് ഏറ്റെടുത്ത് ഇപ്പോൾ സംരക്ഷിച്ച് വരുന്നത്. അതിനുശേഷം പോളിനെ തന്നെയാണ് വർക്കല അയിരൂർ സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശവാസികൾ തന്നെ ആകാം എന്ന നിലയിൽ തന്നെയാണ് പോലീസിന്റെ ആദ്യ നിഗമനം. മാത്രമല്ല ഈ പ്രദേശത്ത് ഇപ്പോൾ റോഡിന്റെ മെയിന്റനൻസ് ജോലികൾ നടക്കുന്നുണ്ട്. ഇതിനായി ടാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഈ ടാർ വീപ്പകളിലെങ്ങാനും ഈ നായയെ പിടികൂടിയ ശേഷം മുക്കി അതിനുശേഷമായിരിക്കും ഈ ക്രൂരതയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കേട്ടോ, ഈ നിയമ നടപടിയുമായി പോളിന് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? കാരണം നമുക്കറിയാം അവിടെ നിരവധി ഈ തെരുവുനായ്ക്കളുടെ അടുത്ത് പോയി പോളിന ഇടപെടുന്നുണ്ട്. അതിൽ ഒരു നായയെ ഈ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ, ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ നായയെ
ഈ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ പോളിന എന്ന് പറയുന്ന റഷ്യൻ സ്വദേശിനിയായ ഈ വനിത ഇവിടെ വർക്കലയിലുണ്ട്. വർക്കല ഒരു സ്ഥിര താമസമാണ്. ഈ വർക്കല ഭാഗത്തുള്ള ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പോളിനയെ എത്തി ഈ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നതും മറ്റും നാട്ടുകാർക്കെല്ലാം സ്ഥിരം കാഴ്ചയാണ്. മാത്രമല്ല പരിക്കേറ്റ് റോഡിൽ കഴിയുന്ന നായ്ക്കളെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോയി താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുന്നതും നേരത്തെ തന്നെ ചെയ്യുമായിരുന്നു. ഇത്തരത്തിലാണ് ഈ നായയെയും കൊണ്ടുപോയത്. ശരീരത്തിൽ ആകമാനം ഏകദേശം 70% ഈ നായയുടെ ശരീരത്തിൽ ടാറിന്റെ അംശം ഉണ്ടായിരുന്നു. ഇത് മുഴുവനും ആദ്യം കണ്ടെത്തിയ നായയിൽ നിന്ന് മുഴുവനും ഏകദേശം പൂർണ്ണമായും തന്നെ ഇത് കഴുകി മാറ്റി. എന്നാൽ ആ സമയത്ത് ഈ പോളിന പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. എന്നാൽ വീണ്ടും ഇതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരമായ രീതിയിൽ ഈ ഒരു രീതി സംഭവിച്ചതോടെയാണ് പോലീസിലേക്ക് പരാതി നൽകാമെന്ന തീരുമാനത്തിലേക്ക് പോളിനെ എത്തിയതും ഇപ്പോൾ പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അഭിലാഷ് ആറ്റിങ്ങലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ക്രൂരതയാണ് ഈ തെരുവുനായ്ക്കളോട് കാണിച്ചത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ പോലും കാണിക്കാത്ത ആ ഒരു മൃഗസ്നേഹമാണ് ഈ റഷ്യൻ യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടുത്തെ നാട്ടുകാരാണ് തെരുവ് നായ്ക്കളോട് ക്രൂരത കാണിച്ചതെന്ന് പറയുന്നു. പോളിന ഈ 2 ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ 2 നായ്ക്കളെയും ഇപ്പോൾ ചികിത്സിച്ചു വരികയാണ്. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് ഒരു കൊലപാതക കേസാണ്. കൊല്ലം അഞ്ചൽ കൊച്ചുകുരുവിക്കോണം ബെവറേജസിന്റെ മുൻപിലെ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബെവറേജസ് ബിൽഡിംഗിന്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ നെടിയറ സ്വദേശി 60 വയസ്സുള്ള ഭാസിയാണ് മരിച്ചത്. കേസിലെ പ്രതിയായ ജയചന്ദ്ര പണിക്കരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം ഉണ്ടായത്. 3 പേർക്ക് കുത്തേറ്റെന്ന് പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പുനലൂരിൽ നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏതെങ്കിലും മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കമാണോ ഈ രീതിയിലൊരു കൂട്ടാക്രമണത്തിലേക്കും കൊലപാതകത്തിലേക്കും നീങ്ങിയത്? ഇത് മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമല്ല ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചത്. അപ്പൊ ഈ മരണപ്പെട്ട നെടിയറ സ്വദേശിയായ ഭാസിയും പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലെ പ്രതിയായ ജയചന്ദ്ര പണിക്കരും തമ്മിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരു വഴക്കും അതിനെ തുടർന്നുള്ള ഒരു വൈരാഗ്യവും ഇത് ചോദ്യം ചെയ്തതിനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ മകനും മനോജും കൂട്ടാളിയും അവിടെ എത്തുകയും ഈ ജയചന്ദ്ര പണിക്കരെ മർദ്ദിക്കുകയും ചെയ്തു. 2 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ ജയചന്ദ്ര പണിക്കർ ഈ ഫാസിയോട് ചോദ്യം ചെയ്യുന്നതിനായാണ് ഇന്നലെ ബിവറേസിന്റെ അവിടെ എത്തുന്നത്. ഈ മരിച്ച ഫാസി ആ ബിവറേസിലിരിക്കുന്ന ആ ബിൽഡിംഗിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കുണ്ടാകുകയും തൊട്ടടുത്ത സമീപത്ത് ഗോഡൌണിന്റെ ഭാഗത്ത് വെച്ചാണ് ഇവരെ 3 പേരെയും ഫാസിയെയും മകൻ മനോജിനെയും സഹായിയെയും ഈ ജയചന്ദ്ര പണിക്കർ കുത്തുന്നത്. അങ്ങനെ നാട്ടുകാരെ പോലീസിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ സെക്യൂരിറ്റി ജീവനക്കാരനായ ഫാസിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. അങ്ങനെ അവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 3 പേരെയും അയച്ചിരുന്നു. രാവിലെയാണ് ഫാസിയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അഞ്ചൽ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഈ കത്തിക്കുത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മനോജ് സൂചിപ്പിച്ചതുപോലെ 3 പേർക്ക്, ഈ കൊല്ലപ്പെട്ട ഭാസി ഉൾപ്പെടെ 3 പേർക്ക് കുത്തേറ്റിരുന്നു. ഈ ഭാസിയുടെ മകൻ മനോജ്, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണു എന്നിവർക്കും കുത്തേറ്റിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇപ്പൊ അപകട നിലയിലേക്ക് എത്തുന്ന തരത്തിലുള്ള അവരുടെ കുത്ത്. ഭാസിക്കായിരുന്നു ഗുരുതരമായ നിലയിൽ കുത്തേറ്റത്. അത് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ഭാസിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. എത്രയും വേഗം തിരുവനന്തപുരം ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് അവർക്കൂടെ നൽകാൻ കഴിയുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആശുപത്രി ജീവനക്കാർ ആവുന്നത്ര പരിശ്രമിച്ചെങ്കിലും പുലർച്ചയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജയചന്ദ്ര പണിക്കരുടെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ഇങ്ങനൊരു കത്തിയുമായി 3 പേരെ ആക്രമിക്കുന്ന, ഒരാളെ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടാകുന്നു. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ കൊലയാളിയായിട്ടുള്ള ഈ ജയചന്ദ്ര പണിക്കർ? മനോജ്, നമുക്ക് നാട്ടിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ.
അപ്പൊ ഈ ഫാസിയുമായുള്ള ഒരു തർക്കം മകനും സുഹൃത്തും ഏറ്റെടുക്കുകയും ഈ ജയചന്ദ്ര പണിക്കരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രതികാരമെന്ന നിലയിലാണ് ഈ ഫാസിയെ ആക്രമിക്കാനായാണ് ഇദ്ദേഹം ബിവറേജിൽ എത്തുന്നത്. ഈ സമയം മനോജും വിഷ്ണുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പേരെയും കുത്തുകയായിരുന്നു. ആദ്യത്തെ കുത്ത് ഫാസിക്കാണ് കൊള്ളുന്നത്. ഫാസിക്ക് കുത്തുകൊള്ളുമ്പോൾ തന്നെ മറ്റു 2 പേരും പകച്ചു. ഈ സമയം നോക്കി മനോജിനെയും വിഷ്ണുവിനെയും ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് 3 പേർക്കും കുത്തേൽക്കുന്നത്. ഇത് ഈ ബിവറേജ് ഔട്ട്ലെറ്റിന് തൊട്ടടുത്തുള്ള ഒരു സിമന്റ് ഗോഡൌണിന്റെ ഭാഗത്തായതിനാൽ വളരെ വേഗം ആൾക്കാരുടെ ശ്രദ്ധ വരുന്ന നിലയിലായിരുന്നില്ല. ഈ കുത്തുകൊണ്ട് നിലവിളി കേട്ട അതിന് ശേഷമാണ് ആൾക്കാരൊക്കെ അവിടെ കൂടിയെത്തുന്നത്. ഈ സമയം കൊണ്ട് ഇദ്ദേഹത്തിന് 3 പേരെയും ആക്രമിക്കാൻ കഴിയുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങളുള്ളത്. മനോജാണ് പുനലൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഞ്ചലിലാണ് ഒരാൾ ഈ വാക്ക് തർക്കത്തിനിടെ കത്തിക്കുത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പരിക്ക് സാരമുള്ളതാണെന്നാണ് മനോജ് നൽകുന്ന വിവരങ്ങൾ. ഈ പ്രതിയെ ജയചന്ദ്ര പണിക്കരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ആക്രമണം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.